ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി സാരി കാണിക്കാനായിട്ടാണ്. നമ്മൾ നേരത്തെ ഓർഡർ തന്ന പ്രകാരം ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്, ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരിയാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു സാരി ഒന്ന് കാണാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രേ കളറിലെ സിൽക്കി കോട്ട സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്കിന്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് പാറ്റേൺ അല്ല, ഈ ഒരു ഫ്ലവർ ഡിസൈനിന് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് പാറ്റേൺ റൊമേനിയൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. നമ്മൾ നേരത്തെ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ടില്ല. ബാക്കി നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ലീവ്സ് ആണെങ്കിലും അതുപോലെ ഫ്രഞ്ച് നോട്ട്സ്, ബ്ലാക്ക് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഇതിനകത്ത് ബഡ്സും നടുക്കത്തുള്ള ഒരു ഹൈലൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഗ്രേയിൽ പിങ്കും ഗ്രേയോടുള്ള ഉള്ള കോമ്പിനേഷൻ നമ്മൾ ഇതിനു മുമ്പും വേറെ സാരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ടൺ ചെക്കോട്ട സാരീസിൽ. അപ്പം സിൽക്കി കോട്ട ഗ്രേയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് ആ ബ്ലാക്ക് ഹൈലൈറ്റ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു ഗ്രേ ഷെയ്ഡ് സിൽക്കി കോട്ട സാരിക്ക് ഒത്തിരി ഡിമാൻഡ് പ്ലെയിൻ സാരി ആയിട്ടും ഉണ്ടായിരുന്നതാണ്. കറന്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവാണ് ഗ്രേ ഷെയ്ഡ്. സിൽക്കി കോട്ട നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ്ലി വരുമ്പോഴത്തേനും ഷെയ്ഡ്സ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. എപ്പോഴും നമുക്ക് പഴയ ഷെയ്ഡ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന 2-3 ഷെയ്ഡ്സ് ആണ് ഈ ഗ്രേ, ലാവൻഡർ ഒക്കെ ഷെയ്ഡ്സ്. അപ്പൊ നമുക്ക് അതുപോലെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. അപ്പൊ നേരത്തെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കതിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് തരണം എന്ന് പറഞ്ഞ ഓർഡർ വന്ന പ്രകാരം നമ്മളത് മാറ്റിവെച്ച് ഇപ്പൊ ആ ഓർഡറിന്റെ ഡിസ്പാച്ചിങ് ടൈമിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. എന്നാലും അതിനൊരു ഫിനിഷ് ലുക്ക് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ 3 ഫ്ലവേഴ്സ് വരുന്നത് പോലെ നിറച്ചും ലീവ്സും അതുപോലെ ചെറിയ ബഡ്സും ഒക്കെ വരുന്ന പോലെ ഈ ഡിസൈൻ ഇതിന്റെ പല്ലു പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ്. ഇതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഡിസൈൻ ചൂസ് ചെയ്തത് പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സെയിം ഡിസൈൻ നമ്മൾ 2 ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു ഡിസൈൻ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ 2 കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പിങ്ക് ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഈ സാരി പെയർ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഗ്രേ കളർ തന്നെ ഇട്ടിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം. ഗ്രേ കളർ തന്നെയുള്ള കോമ്പിനേഷനുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ ഇതിന്റെ വർക്കിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് കിട്ടും. ആ പിങ്ക് ഇട്ടാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഗ്രേയും പിങ്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിച്ച് തന്നെ ഈ ഒരു വർക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും വലിയ ഒരു ഹെവി അല്ല, എന്നാൽ നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, എസ്പെഷ്യലി നമുക്ക് മീൻസ് വർക്കിനൊക്കെ പോകുന്ന ഓഫീസൊക്കെ പോകുന്ന ആൾക്കാർക്ക് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു പാറ്റേൺ സാരിയാണ്. ഇതിന്റെ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴും നമ്മൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ സ്ലീപ്പിംഗ് പോസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഡിസൈൻ നമുക്ക് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതിലും ഭംഗി ഈ ഒരു സ്ലീപ്പിംഗ് പോസിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചില ഡിസൈൻസ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മുകളിലോട്ട് വരുന്നതിനേക്കാളും ഭംഗി ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇച്ചിരി ഒരു നിറഞ്ഞ ഡിസൈനുള്ള ഫീലും ഒക്കെ വരും. ഉടുത്ത് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ 4 ഡിസൈൻസ് ഉള്ള പോലെ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. നമുക്ക് സിൽക്കി കോട്ട മെറ്റീരിയൽ വരുമ്പോൾ ബ്ലൗസ് അവൈലബിൾ ആയിട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് സെയിം കളർ ബ്ലൗസ് കൊടുക്കാനായിട്ട് പോസിബിൾ അല്ല. ചെക്കോട്ട സാരിയിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ സെയിം കളർ ബ്ലൗസിലൂടെ വർക്ക് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇതിൽ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് 2x2 അങ്ങനെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വർക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ സാരീസ് 5.5 മീറ്റർ സാരി വർക്ക് ചെയ്ത് മാത്രമേ സിൽക്കി കോട്ടയിൽ വരുമ്പോൾ കൊടുക്കാറുള്ളൂ.
ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഇതുപോലത്തെ ഓർഡേഴ്സ് ഇരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി സാരീസിന്റെ ഡിസ്പ്ലേസ് ഇനിയും വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടൈം കുറച്ച് മീൻസ് അതായത് നമുക്ക് ഇരിക്കുന്ന ഓർഡേഴ്സ് കുറച്ചൊന്ന് തീർന്ന് വന്നിട്ടേ നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറയാം എപ്പോഴാണ് നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ മിഷൻ എംബ്രോയിഡറി സാരീസിൽ പുതിയ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഡിസ്പാച്ച് ടൈം വരുന്നതും 2 weeks to 3 weeksനുള്ളിൽ തന്നെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് മിഷൻ എംബ്രോയിഡറി സാരീസിൽ എന്തെങ്കിലുമൊക്കെ സാരീസ് കസ്റ്റമൈസ്, സാരീസ് അല്ല സൽവാസ് ആണെങ്കിൽ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഷർട്ടിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മിഷൻ എംബ്രോയിഡറി വർക്ക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.